ഒരു രാജ്യത്തിൻ്റെ സമ്പത്തായാണ് ആ രാജ്യത്തിലെ കുട്ടികളെ കണക്കാക്കുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിയിലും വളർച്ചയിലും ഒരുപോലെ സംഭാവന ചെയ്യേണ്ടവർ. പക്ഷേ ഈ അടുത്തിടെ കേട്ടുവരുന്ന പല വാർത്തകളും ഏറെ ആശങ്ക നിറയ്ക്കുന്നതാണ്. കേരളത്തിൽ ഈയിടെ റിപ്പോർട്ട് ചെയ്ത പല അക്രമ സംഭവങ്ങളിലും പ്രതികളായത് കുട്ടികളും 18ഉം 19ഉം വയസ്സുള്ളവരുമാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. കുട്ടികളുടെ സ്വഭാവ രൂപീകരണവും കൃത്യമായ പാരന്റിങ്ങുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്താണ് പുതുതലമുറയിലെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ എന്തെല്ലാം ബാധിക്കുന്നുണ്ട്? പുതുതലമുറയുടെ മാറ്റം ആരുടെയെല്ലാം ഉത്തരവാദിത്വമാണ്? ഈ അടുത്ത കാലത്താണ് കുട്ടികൾ ക്രൈമുകളുടെ ഭാഗമാകുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. കുട്ടികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ പലതും ഞെട്ടിക്കുന്നതായിരുന്നു. താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസ് എന്ന 15-കാരൻ്റെ മുഖം വിങ്ങലോടെയല്ലാതെ ഒരു മലയാളിക്കും ഓർക്കാൻ കഴിയില്ല. SSLC പരീക്ഷ ഈ വർഷം എഴുതേണ്ടവൻ, വീടിനും വീട്ടുകാർക്കും തുണയാകണമെന്ന് ആഗ്രഹിച്ചവൻ ഇന്ന് ആരുടെ മുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. വീട്ടുകാരുടെയും ഒരു നാടിൻ്റെ മുഴുവനും തീരാ ദുഃഖമായി. സഹപാഠികളായ വിദ്യാർത്ഥികൾ തന്നെയാണ് ഷഹബാസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ട്യൂഷൻ ക്ലാസ്സിൽ നടന്ന നിസ്സാരമായ തർക്കമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. 15 വയസ്സുകാരൻ്റെ ജീവനും 15-16 വയസ്സുള്ള ചിലവരുടെ ജീവിതവുമാണ് നഷ്ടമായി പോയത്. കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിയായ മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിലും സഹപാഠികളായ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. ക്രൂരമായ മർദ്ദനവും അധിക്ഷേപവും താങ്ങാതെയാണ് മിഹിർ ആത്മഹത്യ ചെയ്തത്. മരണപ്പെട്ട മിഹിറിനെ കുറിച്ച് സഹപാഠികൾ നടത്തിയ ചാറ്റും ഭയപ്പെടുത്തുന്നതായിരുന്നു. കോട്ടയം നഴ്സിംഗ് കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത വാർത്തയും നമ്മൾ കേട്ടതാണ്. എത്രത്തോളം ക്രൂരമായും പൈശാചികവുമായാണ് പ്രതികൾ വിദ്യാർത്ഥികളെ ആക്രമിച്ചത് എന്ന ദൃശ്യം ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് കുട്ടികൾ തമ്മിലുള്ള വഴക്കുകൾ കയ്യാങ്കളിയിലേക്ക് കടക്കുന്ന വാർത്തകൾ ദിവസേന എന്ന പോലെ പുറത്തു വരുന്നത്. ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലേക്കും പെരുമാറ്റച്ചട്ടങ്ങളിലേക്കും തന്നെയാണ്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പങ്കുവയ്ക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കുട്ടികൾ വളർന്നു വരുന്ന ചുറ്റുപാടും സാഹചര്യവും. പാരന്റിംഗ് എന്നത് ഏറെ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. മാറി വരുന്ന കാലത്ത് കുട്ടികൾക്ക് വഴിതെറ്റിപ്പോവാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടെന്നിരിക്കെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടതും അത്തരം വഴികളിലൂടെ കുട്ടികൾ സഞ്ചരിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും രക്ഷിതാക്കളുടെ കടമയാണ്. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും അടുപ്പവും രക്ഷിതാക്കളുമായി കുട്ടികൾക്ക് ഉണ്ടാവേണ്ടതും ഒരു സൗഹൃദപരമായ അന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ രീതിയും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാരും സ്കൂൾ അധികൃതരും മാതാപിതാക്കളും ഒരുപോലെ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ കുട്ടികളിലുണ്ടാകുന്ന പഠനഭാരവും മാനസിക സമ്മർദ്ദവും ചർച്ചയാവാതെ പോവുകയാണ്. പരീക്ഷകൾക്കും മാർക്കുകൾക്കും അപ്പുറം വ്യക്തിവികാസത്തിന് കൂടി പ്രാധാന്യം നൽകേണ്ട വിദ്യാലയങ്ങൾ ഇന്ന് ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിക്കുന്ന ഇടങ്ങളായി മാത്രം മാറുമ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ അധ്യാപകരും മാതാപിതാക്കളും തിരിച്ചറിയാതെ പോകുന്നു. സിലബസിലുള്ള പഠനത്തിനപ്പുറം വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കി കൂടി മാറ്റുന്ന, വിദ്യാർത്ഥികളുടെ കഴിവുകളും സർഗാത്മകതകളും വളർത്തുന്ന ഇടമായി വിദ്യാലയങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ഉയർന്നു വരുന്ന ലഹരി ഉപയോഗവും ഏറെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ ലഹരി ഉപയോഗം വ്യാപകമായി വർദ്ധിക്കുന്നുവെന്നാണ് ഈയിടെ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോളേജുകളിലും സ്കൂൾ പരിസരങ്ങളിലും ലഹരികൾ വ്യാപകമായി എത്തിക്കുന്നവരെ കണ്ടെത്തുകയും തടയുകയും ചെയ്യുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ സ്വാധീനിക്കുന്ന മറ്റൊന്നാണ് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം. ഫോൺ ഉപയോഗം കുട്ടികളുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും സ്വാധീനിക്കുമെന്ന് തിരിച്ചറിഞ്ഞു വേണം കുട്ടികളുടെ സ്ക്രീൻ ടൈം അനുവദിക്കാൻ. സെൻസിറ്റീവ് വയലൻസ് കണ്ടന്റുകളടക്കം സോഷ്യൽ മീഡിയയിൽ സുലഭമാണെന്ന് മാതാപിതാക്കൾ ബോധ്യവാന്മാരാകണം. കുട്ടികൾ സോഷ്യൽ മീഡിയയും മറ്റും എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് മാതാപിതാക്കൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അറ്റൻഷൻ ഡിഫൻസ്, ഹൈപ്പർ ആക്ടിവിറ്റി, ശത്രുതാ പെരുമാറ്റം, സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വം എന്നീ പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുമെന്നാണ് പഠനങ്ങൾ വിലയിരുത്തുന്നത്. സിനിമകളിലെയും ഗെയിമുകളിലെയും വയലൻസുകളും കുട്ടികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ.
അക്രമ ദൃശ്യങ്ങളും മറ്റുമടങ്ങുന്ന സിനിമകൾ നിരോധിക്കുക എന്നത് അപ്രായോഗികമാണെങ്കിലും അത്തരം സിനിമകൾ കാണുന്നതിൽ നിന്ന് കുട്ടികളെ വിലക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത്തരം മാനദണ്ഡങ്ങൾ പിന്തുടരേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. വളർന്നു വരുന്ന പൗരന്മാരാണ് ഓരോ കുട്ടികളും. കുട്ടികളെ നാളത്തെ വാഗ്ദാനങ്ങളായി വളർത്തിയെടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. കൂടി വരുന്ന കുട്ടിക്കുറ്റവാളികളെ കൂട്ടം കൂടി ആക്രമിക്കുന്നതിനുമപ്പുറം അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യണം.